ആ ഇതൊക്കെ പഴയ കാലത്തെ പള്ളി. അടുത്ത കുറച്ച് കാണാൻ രസമുള്ളതൊക്കെ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് പള്ളിയിലോട്ടാണ് തോന്നുന്നു. വേണ്ട അടുത്ത റൂട്ട്. കുട്ടികളുടെ കളിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് കുട്ടികളുടെ പണ്ടത്തെ പഴയ 800 കാലഘട്ടത്തിലുള്ള ഒരു കളിക്കൂടും കാര്യങ്ങൾ കേട്ടോ. എന്താ ഈ റൂമിൻ്റെ അകത്ത് ഇവരെല്ലാം ഇങ്ങനെ. ഇവിടെ അടുത്ത് നമ്മൾ ഇറങ്ങിയാണ്. കണ്ടോ കൂട്ടുകാരെ, കണ്ടോളൂ. ഇത് നമ്മൾ ആദ്യം കണ്ട വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇത് അവരുടെ സെൻട്രൽ ബ്ലാക്ക് സ്മിത്ത്. വൗ ഇത് മറ്റേ ഈ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ വാള് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്ന. ഇത് നമ്മളെന്ത് പറയൂല തന്നെ, ഇത് മലയാളം വാക്ക് എനിക്കറിയില്ല. എന്താ ഈ ഇരുമ്പിൻ്റെ പരിപാടികളും കുതിരയുടെ ഇതുണ്ട്. ഇതൊക്കെ ജോർജ് ഷോപ്പ് ഒരു ഭാഗത്ത് ഷോപ്പ് 1855 ജോർജ് ഫ്ലാഷ് ഇന്ത്യ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിര്. എന്തോ ആയിക്കോട്ടെ. ഉണ്ടാ ഇതാണ് കുതിരയുടെ പരിപാടികളും കാലിൽ കാര്യങ്ങളൊക്കെ അടിക്കാനുള്ളത്. മറ്റേ ഈ ആദ്യം കണ്ട ഞങ്ങൾ വീടുണ്ടല്ലോ, അത് ഭയങ്കര റിച്ച് ടീമിൻ്റെ വീടാണ് പണ്ടത്തെ. എന്താ ആ കുതിരയൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇത്രയും ഭാഗത്തൊക്കെ ഓൾറെഡി വന്നതല്ലേ. നമുക്കെന്ന് തിരിച്ചു പോവാം. ഇത് കുഴൽക്കിണർ വഴി വെള്ളം പമ്പ് ചെയ്ത് എടുക്കുന്നത്. ഇതാ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് നമുക്ക് വേണ്ട. പിന്നെ ഇതെല്ലാം അവരുടെ പണിയായുധങ്ങളാണ് കേട്ടോ. ഇതെല്ലാം അവരുടെ പണിയായുധങ്ങളാണ്. ഇതൊക്കെ ഇതാണ്ടേ, ഇത് കണ്ടോ നിങ്ങൾ? ശവപ്പെട്ടി ഒക്കെ ഇതൊക്കെയാണ് അവരുടെ. അതുകൊണ്ട് വാള് സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ. അവരുടെ വാളും കാര്യങ്ങളും പഴയകാലം ഓരോരോ ഇതല്ലേ. അന്നേ അവർ വൺ സെറ്റപ്പായിട്ടാണ് ജീവിക്കുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്താണോ നോക്കട്ടെ. ഇത് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ചെറിയ 1840-50 പേരുടെ 50 സമയത്ത് ഉപയോഗിച്ചിരുന്ന ചെറിയ വള്ളം. ഈ കാണുന്നത്. അടുത്തത് ഇത് വിൻഡ് മില്ല് പരിപാടി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം പോയി, എല്ലാം നശിച്ചു. ഇത്രയും കാലം നിന്നില്ലേ, അത് തന്നെ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ ഇത് പള്ളിയല്ല അടുത്ത കാലത്തോട്ട് കയറുകയാണ്. അവരുടെ സാധനങ്ങളുള്ള മാപ്പ്. ഇതാണ് പഴയ കാലത്ത് അവരുടെ മാപ്പ്. സ്പീഡ് കമ്മ്യൂണിറ്റി കാര്യങ്ങൾ
ലേഔട്ട് ഹോബീസ് കൊളോണിയൽ വില്ലേജ് ഫോർ ഹോബീസ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി. സൈറ്റ് ഓഫ് ഹോബീസ് കൊളോണിയൽ വില്ലേജ്. പായ്ക്കപ്പലും കാര്യങ്ങളും. പഴയ ആ കുളത്തിലിറങ്ങാനുള്ള വെള്ളം കാര്യങ്ങളാട്ടോ. അതൊക്കെ ഒച്ച കുറച്ച സംസാരിക്കുന്നത്. ഇപ്പോൾ പഴയ പ്ലാസ്റ്റിക് ചെയറുകൾ, ഇത് പഴയ ടോയ്ലറ്റ്. അന്നും ഇത്രയും ഡെവലപ്പാണ് കേട്ടോ ഈ ടോയ്ലറ്റൊക്കെ. ഇത് പഴയ പ്ലാസ്റ്റിക് ചെയറൊന്നുമല്ല കേട്ടോ, പുതിയതാണ്. പഴയ കാര്യങ്ങൾ, എൻ്റെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവിടെ അധികം ആരും കയറിയിട്ടില്ല, അതാണ് ഞാൻ ഉച്ച കുറച്ച് സംസാരിക്കുന്നത്. ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങുന്നു, ഇത്ര തന്നെ. ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ എന്തുവാണ്? ഹായ്, ഇതോളാം കേട്ടോ. അവിടെ നിന്ന് വെള്ളം വന്നിട്ട് അത് കറങ്ങുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഒന്ന് വായിച്ചു നോക്കണം. ഈ കാലഘട്ടത്തൊക്കെ നല്ല സമാധാനത്തോടെ ആൾക്കാർ ജീവിച്ചിരുന്നത്. പഴയ കാലത്തെ ടെക്നോളജിപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴേ എന്ത് എടുക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം ഭാരമുള്ള ഇതായിരിക്കും. ഇത് സംഭവം വീറ്റ് മില്ലാണ് കേട്ടോ, വീറ്റ് മില്ല്. അതെ, ഗോതമ്പിൻ്റെ മില്ല ഈ കാണുന്നത്. അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അത് ഗ്ലാസ് തുക്കെടുക്കാനും കാര്യങ്ങളൊക്കെ. അതെ, കൂടിയ നല്ല ചാക്കുകൾ. അതൊക്കെ നമ്മുടെ ഈ ഇടയ്ക്ക് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പറയാനൊക്കെ വിട്ടുപോകും കേട്ടോ, അത് ഒരുപാടുണ്ട് വായിക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നൊക്കെ ഓട്ടിച്ചൊട്ടിച്ചിട്ടൊക്കെ വായിക്കുന്ന. ഇതിപ്പോൾ അവിടുത്തെ അന്നത്തെ കാലത്ത് കർഷകൻ താമസിച്ചിരുന്ന റൂമാട്ടോ ഈ കാണുന്നത്. വീറ്റ് മില്ല്. ഇതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, ഇപ്പോഴും ഒഴുകുന്നു. ഇത്രയും കാലഘട്ടമായിട്ട് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്തോ, അത് അറിയില്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇനി അടുത്ത ഈ റൂട്ട് പിടിക്കുകയാണ്. ഇതാണ് പഴയ കാലത്തെ വീടുകൾ. എന്ത് രസമാണ്. ഒരു വില്ലേജായിട്ടത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് തന്നെ എന്ത് അത്ഭുതമല്ലേ കാണാൻ. ഇത് നമ്മൾ കുറച്ച് മുമ്പ് വന്നതാട്ടോ. അതെ, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരിങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നുണ്ടോ പറയുന്നത്. അത് താറാക്കൂട്ടങ്ങൾ. ഇതൊക്കെ ആരും ഈ വഴി കൂടെ ഒന്നും ആരും പോയിട്ടില്ല കേട്ടോ. ഞാൻ മാത്രമേ ഈ വഴി കൂടെ നടന്നു പോകുന്നുള്ളൂ, വേറെ ആരും ഈ വഴി കൂടെ നടന്നില്ല. കുറേ താറാവുകൾ. ഈ താറാവ് പറക്കുന്ന. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ചെറിയ, അത് കഴിഞ്ഞ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഇതൊക്കെ പണ്ടത്തെ ഔട്ട് ഹൗസുകളാട്ടോ.
അതല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊക്കെ എന്ത് സുഖിച്ചാണ് ജീവിക്കുന്നത്. ഫാനില്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർക്ക് ഉറങ്ങാൻ പറ്റില്ല. AC വേണം. ഒന്നുമില്ല, എല്ലാം മണ്ണുണ്ടല്ലോ. അതൊക്കെ ഇപ്പോഴും അവർ നിലനിർത്തി വെച്ചിരിക്കുക. ഇതെന്താണ്? ഇത് മെഴുക് പണ്ടത്തെ കാലത്തെ മെഴുക്. 800 വർഷം പഴക്കം പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ, ഇത്രമാത്രം ബാക്കിലോട്ട് പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇപ്പോഴും അവർ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുക. എന്താ, ഒന്നിനോടും കേടുപാടൊന്നുമില്ല. ചിലപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനും ഇതിൻ്റെ മുകളിൽ വേറെയൊക്കെ വിരിച്ചിട്ടുണ്ട് നശിക്കാതിരിക്കാൻ വേണ്ടി. കണ്ടാ എന്ത് രസമാണ് കാണാൻ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തതിലോട്ട് പോവുകയാണ്. അതിന് മുമ്പേ ഞാനൊന്ന് മാപ്പ് നോക്കട്ടെ. ഇതിപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അടുത്ത സെക്ഷൻ. അടുത്തത് ഇത് പണ്ടത്തെ പള്ളിയാണ് കേട്ടോ. പണ്ടത്തെ പള്ളിയാണ്. അങ്ങനെ പള്ളിയിലകത്തോട്ട് കയറുകയാണ്. പഴയ കാലത്തെ പള്ളി. എന്താ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാ? എന്ത് രസം, കുളിര് പോരുന്നു കേട്ടോ. എന്താ അറിയില്ല. ഹായ്. രോമാഞ്ചൊക്കെ വരുന്നതല്ലേ, അതേപോലെ ഭയങ്കരമായിട്ട് കുളിര് വന്ന്. എന്ത് സൂപ്പർ. ഹായ്. ഞാനിവിടെ വരാനൊരു ചെറിയ മടി കാണിച്ചുകൊണ്ടിരുന്നതാ.